നമസ്കാരം ഗൈസ്, ആർജിയാണ്. നമ്മൾ ഡ്രസ്സൊക്കെ അലക്കിയിട്ട് കുളിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ്. സൂര്യ പെട്ടെന്ന് അടിച്ചു വരുന്നുണ്ട്, അടിച്ചിട്ട് പോവാം. അതിനുശേഷം നമുക്ക് അങ്ങനെ ഈവനിങ് വാക്കിനും പോവാം. ഗൈസ്, വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ രണ്ടാമത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ശ്രമിക്കുക. പുതിയ ഡെയിലി അടിച്ചു വരുന്നുണ്ട് ഗൈസ്, എങ്കിലും പൊടി ഉണ്ടാവും. പിന്നെ നമ്മൾ ചെരുപ്പിട്ടല്ലേ നടക്കുന്നത് എൻ്റെ അടുത്തും. അടിച്ചിട്ട് മുറ്റത്ത് ഒരു കൂണിയാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ കത്തിക്കാം. പോവാം. ഇപ്പൊ കത്തിക്കണ്ട, വേണ്ട, കുളിക്കാൻ വേണ്ടി പോകണം, സമയമില്ല. പുതിയ ഇപ്പൊ തന്നെ കത്തിച്ചിടാൻ വേണ്ടി പോകണം. നമ്മൾ കുളിക്കാൻ പോകുന്ന സമയം കൊണ്ട് തീയെങ്ങാനും പാറിയ പണി വാളും. അപ്പുറത്തും കത്തിച്ചിട്ടുണ്ട്, എല്ലാം കൊണ്ട് ആളെ കത്തു തേമേ. സമയമില്ലാത്ത സമയത്ത് കത്തിക്കേണ്ട ആവശ്യമായില്ല. സൂര്യ ആവുന്ന വേസ്റ്റൊക്കെ എടുത്ത് ഫുള്ളും വലിയിടാണ്, ആളെ കത്തായിരുന്നാൽ മതി. പോകാൻ എന്ത് സുഖമാണ്, വെള്ളം കാല് ബക്കറ്റായിട്ട് ഇറക്കിറങ്ങി പോകാം. പക്ഷെ തിരിച്ചു വരുമ്പോഴാണ് വെള്ള ബക്കറ്റായിട്ട് മല കയറണം, അതാണ് സങ്കടം. വെള്ളമായിട്ട് പോകുന്നുണ്ട്. ഞാൻ ഒരു കുപ്പി വെള്ളമായിട്ടാണ് പോകുന്നത്. ഞാൻ കുളിച്ച് പോയി മുടിയൊക്കെ ചീകിട്ട് വന്നു. അങ്ങനെ ഫൈനലി നമ്മൾ വീടെത്തിയിരിക്കുന്നു. ഞാൻ നനച്ച തുണിയെ കൊണ്ടൊന്ന് വിരിച്ചിട്ടാണ് തിരിച്ച് താഴോട്ട് പോയത്. കുളിച്ച് ഫ്രഷായിട്ട് നമ്മൾ നടക്കാൻ വേണ്ടി പോകണം, നടക്കാൻ പോയിട്ട് വരാം. ഈ ഡ്രസ്സ് എനിക്ക് കിട്ടിയ ഡ്രസ്സാണ്. ഇത് നീലിമ തന്നത്. നമ്മൾ താഴെ പരുത്തിക്കുഴി പോണത് ഒരു തൈര് പാക്കറ്റ് വാങ്ങാൻ വേണ്ടിയാണ്. ഉണ്ടായാൽ മതിയല്ലോ തൈരോടെ, ആണ് വേറെ സീൻ. ഗൈസ്, ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? നീലിമ തന്ന ഡ്രസ്സാണ്, പൊളിയല്ലേ? കൊള്ളാല്ലേ? ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടോ? ഇനി ഈ ഡ്രസ്സ് നിങ്ങൾ എപ്പോഴും കാണും, ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ്. അപ്പൊ എന്താ ഡ്രസ്സിന് താങ്ക് യു സോ മച്ച് നീലിമ. സമയം 6 മണി, ഇവിടുന്ന് 6 മണിക്കുള്ള ബസ്സാന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ മാവും പിന്നെ ഒരു തൈര് പാക്കറ്റൊക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുന്നതാണ്. ഇരുട്ടാവുന്നതിൻ്റെ പേരിൽ നമ്മൾ അധികം ഇരിക്കാൻ നിന്നില്ല. ബസ് സ്റ്റോപ്പിൽ നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ കയറി മല കയറി. ഇരുട്ട് പെട്ടെന്ന് കയറാണ് ചെയ്ത് ഇന്നത്തെ ദിവസം. എന്താ പറഞ്ഞൂടാ, വീടത്തെ പിന്നെ നന്നായിട്ട് ഇരുട്ട്. പിന്നെ ലൈറ്റ് വലിയ ലൈറ്റ് പുറത്തിട്ടുണ്ടെങ്കിൽ നല്ല വെട്ടമുണ്ടായിരുന്നു പറമ്പിലൊക്കെ. അതുകൊണ്ട് ടോർച്ച് ചെറുതായി അഡ്ജസ്റ്റ് ചെയ്ത് വീട്ടിലെത്തുകയും ചെയ്തു സുഖമായിട്ട് സേഫായിട്ട്. എന്തായാലും ലൈറ്റ് ബൾബ്